ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു. ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രം. നമ്മുടെ രാജ്യം വൈവിധ്യങ്ങളുടെ ഒരു അത്ഭുതമാണ്. സമ്പന്നമായ വൈവിധ്യങ്ങളെ സ്വാംശീകരിച്ച് നമ്മുടെ ഭരണഘടന നമ്മുടെ രാജ്യത്തിന് പേരിട്ടു, ഇന്ത്യ, അതായത് ഭാരതം. ഭരണഘടന നമുക്ക് ഓരോരുത്തർക്കും പേരിട്ടു, ഇന്ത്യൻ പൗരൻ. 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടന നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത നിയമസംഹിതയാണ്. അന്ന് വരെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് പ്രജകളായി മാത്രം കഴിഞ്ഞിരുന്ന നമ്മൾ അവകാശങ്ങളുള്ള പൗരൻ എന്ന ഉയർന്ന പദവിയിൽ അഭിമാനത്തോടെ ജീവിക്കാൻ തുടങ്ങി. ഓരോ ഇന്ത്യക്കാരനെയും അന്തസ്സും അഭിമാനവുമുള്ളവരാക്കി നവീകരിച്ചത് നമ്മുടെ ഭരണഘടനയാണ്. ചിതറിക്കിടന്ന ഇന്ത്യയെ ഒറ്റ സമൂഹമായും രാജ്യമായും രൂപപ്പെടുത്തിയത് ഭരണഘടന എന്ന് പറയാം. പലതരത്തിൽ വേർതിരിക്കപ്പെട്ടിരുന്ന മനുഷ്യരെ സ്വതന്ത്രരാക്കുകയും ഓരോ വ്യക്തിയെയും തുല്യ അന്തസ്സോടെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഭരണഘടന ഒരു പുതിയ പൗരസമൂഹത്തെ രൂപപ്പെടുത്തി. നാം അറിയാതെ അനുദിനം ഭരണഘടന നമ്മളെ അനുധാവനം ചെയ്യുന്നു. നമ്മൾ അതിൻ്റെ സംരക്ഷണയിൽ ജീവിക്കുന്നു. രാജ്യത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും മഹത്തരമായതും ചലനാത്മകവുമായ നവോത്ഥാന രേഖ കൂടിയാണ് ഇന്ത്യൻ ഭരണഘടന. അതുകൊണ്ട് തന്നെ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ നവോത്ഥാന പ്രസ്ഥാനമെന്ന് നിസ്സംശയം പറയാം. ഭരണഘടന തയ്യാറാക്കുന്ന കാലഘട്ടത്തിലും അതിനു മുമ്പും നടമാടിയിരുന്ന കലാപങ്ങൾ, പട്ടിണി, ദാരിദ്ര്യം, അസമത്വം, വിവേചനങ്ങൾ, അന്ധവിശ്വാസങ്ങൾ എന്നിവ നാം ഇന്നും മറന്നിട്ടില്ല. അവയ്ക്കുള്ള പരിഹാരം എന്ന നിലയിൽ കൂടിയാണ് മാനവ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന ഉറച്ച നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന എഴുതിയുണ്ടാക്കിയത്. ആയിരക്കണക്കിന് വർഷങ്ങൾ വിവേചനത്തിൻ്റെയും പാരതന്ത്ര്യത്തിൻ്റെയും ദുരിതങ്ങളിൽ ആണ്ടുകിടന്ന ഇന്ത്യൻ ജനതയ്ക്ക് അവകാശങ്ങളും അവയുടെ സംരക്ഷണവും ഉറപ്പാക്കിയിട്ട് കേവലം 73 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. നമ്മുടെ ഭരണഘടന രാജ്യത്തിൻ്റെ മൗലിക നിയമവും വഴികാട്ടിയുമായി പ്രവർത്തിക്കുന്നു. അതിൻ്റെ നിലനിൽപ്പിലാണ് നമ്മൾ ഓരോരുത്തരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത്. മനുഷ്യൻ്റെ അന്തസ്സും അഭിമാനവും വളർച്ചയും ക്ഷേമവും ഉയർത്തിപ്പിടിക്കാൻ ഓരോ മനുഷ്യനെയും പ്രാപ്തനാക്കുന്ന ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി, മതേതരത്വം എന്നീ തത്വങ്ങളിലാണ് നിലകൊള്ളുന്നത്. നമ്മൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്ന അമൂല്യമായ കരുതലാണ്. നാം ഓരോരുത്തരും സ്വയം പരിവർത്തനം ചെയ്യുവാനും മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമഭാവനയോടെ ജീവിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് നമ്മുടെ മഹത്തായ ഭരണഘടന. ഇന്ത്യൻ ജനതയുടെ നാളിതുവരെയുള്ള നേട്ടങ്ങൾ സഹനങ്ങളുടെ ചരിത്രം കൂടിയാണ്. പുരാതന കാലം മുതൽ തുടങ്ങിയ അധിനിവേശം 1947 അവസാനിച്ചത്. വൈദേശിക കടന്നുകയറ്റം കൂടാതെ രാജ്യത്തിനുള്ളിൽ മനുഷ്യർ സ്വന്തം ജനങ്ങളാൽ നേരിട്ട മനുഷ്യത്വഹീനമായ വിവേചനങ്ങളും പീഡനങ്ങളും അസാധാരണമായ നീതി നിഷേധങ്ങൾ ആയിരുന്നു. ചെറുതും വലുതും ഒറ്റപ്പെട്ടതും സംഘടിതവുമായ ദേശീയ സമരങ്ങളും അതിന് നേതൃത്വം നൽകിയ ദേശീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും വ്യക്തികളും ചേർന്നാണ് ആധുനിക ഇന്ത്യക്ക് രൂപഘടന നൽകിയത്. പല ധാരകൾ നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ഭാഗമായിരുന്നു. ദേശീയ കോൺഗ്രസ്, വിപ്ലവ പ്രസ്ഥാനങ്ങൾ, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ തുടങ്ങിയുള്ള വ്യത്യസ്ത ധാരകൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത് പലതരത്തിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് നിർമ്മിച്ചു നൽകി. എന്നാൽ ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ട വീര്യം നമ്മളെ കൊണ്ടെത്തിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കും തുടർന്ന് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യക്കാർ തന്നെ എഴുതിയുണ്ടാക്കിയ സ്വന്തമായ ഒരു ഭരണഘടനയുടെ നിർമ്മിതിയിലേക്കുമാണ്. 1946 ബ്രിട്ടീഷുകാർ നിയോഗിച്ച ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടായി. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഭരണഘടന തയ്യാറാക്കി നൽകാമെന്ന നിർദ്ദേശം
ഇന്ത്യ നിരാകരിച്ചു. ഇന്ത്യ എന്ന ദേശരാഷ്ട്രം എന്തായിരിക്കണമെന്നും അതിൻ്റെ രാഷ്ട്രീയ ഘടന എങ്ങനെ ആയിരിക്കണമെന്നും സ്വയം തീരുമാനിക്കുവാനും അതിൻ്റെ നിയമം എങ്ങനെ സ്വയം നിർമ്മിക്കണമെന്നും ഇന്ത്യക്കാർ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇന്ത്യക്ക് ഇന്ത്യക്കാർ തന്നെ എഴുതിയ ഭരണഘടന ഉണ്ടായത്. ആധുനികവും പുരോഗമനപരവുമായ ലോക ചിന്തകളെയും ആശയങ്ങളെയും സ്വാംശീകരിച്ച് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയാണ് നാം നിർമ്മിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. തുടർന്ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചുമതലയേറ്റു. 1946 നവംബറിൽ രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 292 അംഗങ്ങൾ പ്രവിശ്യ അസംബ്ലിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരും 97 അംഗങ്ങൾ നാട്ടുരാജ്യങ്ങളിൽ നിന്നും നോമിനേറ്റ് ചെയ്തവരും ആയിരുന്നു. ഇന്ത്യ വിഭജനത്തിന് ശേഷം 299 അംഗങ്ങൾ തുടർന്നു. ഇതിൽ 17 മലയാളികളും ഉൾപ്പെട്ടിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ആകെ 15 വനിതകളിൽ ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എന്നീ 3 വനിതകൾ മലയാളികൾ ആയിരുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തിയ ദക്ഷിണശാലികളായ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉള്ളവരായിരുന്നു. അവർ പുരോഗമനവാദികളും മഹാമനുഷ്യസ്നേഹികളും ത്യാഗികളും ആയിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികൾ, വിദ്യാഭ്യാസ വിചക്ഷണർ, നിയമജ്ഞർ, കർഷകർ, വ്യവസായികൾ, രാഷ്ട്രീയ ചിന്തകർ തുടങ്ങി ഇന്ത്യയുടെ എല്ലാ പ്രദേശത്തും ഉള്ളവരായിരുന്നു അവർ. വിശദമായ ചർച്ചകളും സംവാദങ്ങളും നടത്തി ജനാധിപത്യപരമായി നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അംഗീകരിച്ച നമ്മുടെ ഭരണഘടന നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മാനിഫെസ്റ്റോ ആണ്. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം സുഗമമാക്കുവാൻ വിവിധ സമിതികൾക്ക് ഭരണഘടനാ നിർമ്മാണ സഭ രൂപം നൽകി. ഭരണഘടനയുടെ കരട് തയ്യാറാക്കുവാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. 7 അംഗങ്ങൾ ഉൾപ്പെട്ട കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഈ കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് അന്തിമമായി തയ്യാറാക്കി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത്. കരട് 1948 ജനുവരിയിൽ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച ശേഷമാണ് അന്തിമമാക്കിയത്. ഭരണഘടനയുടെ മുഖ്യ ശില്പിയാണ് ഡോക്ടർ BR അംബേദ്കർ. എന്നാൽ ഭരണഘടനാ ശില്പി എന്ന നിലയിൽ മാത്രമല്ല അംബേദ്കറെ രാജ്യം ആദരിക്കുന്നത്. ഇന്ത്യയെ ആധുനികമായി നവീകരിച്ച് രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഉന്നതനായ ഇന്ത്യക്കാരനാണ് അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലും തൊഴിലാളി പ്രസ്ഥാനങ്ങളിലും നേതൃത്വപരമായ പങ്ക് പല നിലയിലും വഹിച്ചിരുന്നു. ബ്രിട്ടീഷ് വൈസ്രോയി കൗൺസിലിലും തൊഴിലാളി യൂണിയനുകളിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യയിൽ നിലവിലുള്ള പല സംഘടനാ സംവിധാനങ്ങളും സ്ഥാപനങ്ങളും അംബേദ്കറുടെ ആശയങ്ങളുടെയും കാഴ്ചപ്പാടിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടവയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അന്തർ സംസ്ഥാന നദീജല സംവിധാനങ്ങൾ, ദേശീയ വൈദ്യുതി ഗ്രിഡ്, വൈദ്യുതി അതോറിറ്റി സംവിധാനങ്ങൾ, ജലവൈദ്യുത പദ്ധതികൾ, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ മുതലായവ അതിൽ ചിലതാണ്. 8 മണിക്കൂർ തൊഴിൽ സമയം, സ്ത്രീക്കും പുരുഷനും തുല്യവേതനം, സ്ത്രീകൾക്ക് പ്രസവ ആനുകൂല്യങ്ങൾ, തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷകൾ, അവധി ആനുകൂല്യങ്ങൾ, കാലക്രമത്തിലുള്ള ശമ്പള വർധന, ഹിന്ദു സ്ത്രീകൾക്ക് രക്ഷിതാക്കളുടെ സ്വത്തിന്മേലുള്ള തുല്യ അവകാശം, വിധവാ വിവാഹം, വിവാഹമോചനം തുടങ്ങി പല മേഖലകളിലുമുള്ള അംബേദ്കറുടെ സംഭാവനകൾ രാജ്യത്തിൻ്റെ മുതൽക്കൂട്ടാണ്. 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ചർച്ചകളിലൂടെയാണ് ഭരണഘടന തയ്യാറാക്കിയത്. ഈ കാലയളവിനുള്ളിൽ 165 ദിവസമാണ് ഭരണഘടനാ നിർമ്മാണ സഭ ചേർന്നത്. ബാക്കി ദിവസങ്ങളിൽ മറ്റ് വിവിധ സമിതികൾ യോഗം ചേരുകയും നിരന്തരമായ ചർച്ചകളും സംവാദങ്ങളും നടത്തി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി സ്വീകരിച്ചതിന് ശേഷമാണ് ഭരണഘടനയ്ക്ക് അന്തിമ രൂപം നൽകിയത്. ഭരണഘടന തയ്യാറാക്കിയപ്പോൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും തയ്യാറാക്കപ്പെടുകയുണ്ടായി. ഇംഗ്ലീഷിലുള്ള അസൽ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരയൻ റൈസാദും ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണൻ വൈദ്യയുമാണ്. ഇവ രണ്ടും ഇന്നും ഇന്ത്യൻ പാർലമെൻറ്റിൽ സൂക്ഷിക്കുന്നുണ്ട്.
ഭരണഘടന 1949 നവംബർ 26 തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. എന്നാൽ 1950 ജനുവരി 26 തീയതിയാണ് ഭരണഘടന പാർലമെന്റ് അംഗീകരിച്ചത്. ആ ദിനത്തെ റിപ്പബ്ലിക് ദിനമായി നാം ആചരിക്കുന്നു. ദേശീയ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം അംഗീകരിച്ചത് 1930 ജനുവരി 26-നാണ്. അതിൻ്റെ സ്മരണ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത്. ആ ദിവസം മുതലാണ് നമ്മുടെ ഭരണഘടന ഔപചാരികമായി നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത് ഒരു ആമുഖത്തോടെയാണ്. നമ്മൾ ഇന്ത്യക്കാർ കൂട്ടായി തീരുമാനിച്ച് തയ്യാറാക്കപ്പെട്ട നിലയിലാണ് ആമുഖം അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും ലക്ഷ്യങ്ങളും വളരെ ലളിതവും ഗഹനവുമായി അതിൽ പ്രതിപാദിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ദിശാസൂചകമാണ് ഭരണഘടനയുടെ ആമുഖം. ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനോവിചാരങ്ങളെ മനസ്സിലാക്കുന്നതിനുള്ള താക്കോലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയാം. ഒറ്റ വാചകത്തിലുള്ള ഭരണഘടനയുടെ ആമുഖത്തിലെ ഓരോ പദത്തിൻ്റെയും ആന്തരികമായ അർത്ഥങ്ങൾ ചിന്താഭരിതമാണ്. ഓരോ വാക്കും നമുക്ക് വേർതിരിച്ച് വിശകലനം ചെയ്ത് പഠിക്കാവുന്നതാണ്. നമ്മൾ, ഇന്ത്യയിലെ ജനങ്ങൾ. ഭരണഘടനയിലെ ആദ്യത്തെ വാക്ക് നമ്മൾ എന്നാണ്. നമ്മുടെ പേരിലാണ് ഭരണഘടന ആരംഭിക്കുന്നത്. നമ്മൾ എല്ലായ്പ്പോഴും നമ്മളായിരിക്കുക എന്നർത്ഥം. ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്നും ഉത്ഭവിച്ചതാണ് ഭരണഘടന എന്ന് തുടക്കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തുമുള്ള ജനങ്ങൾ, ഇന്ത്യയിലെ വിവിധ മതത്തിലും ജാതിയിലും ഉൾപ്പെട്ടവരും ഉൾപ്പെടാത്തവരും, വ്യത്യസ്ത വർഗത്തിലും ലിംഗത്തിലും ഭാഷയിലും ആശയത്തിലും ഉൾപ്പെട്ടവരും ഉൾപ്പെടാത്തവരും, മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ജനിക്കാനിരിക്കുന്നവരുമായ എല്ലാ ജനങ്ങളും എന്ന് വിഭാവന ചെയ്യുന്നു. നമ്മൾ എന്ന വാക്കിൽ അടങ്ങിയിരിക്കുന്ന കൂട്ടായ്മയും പാരസ്പര്യവും ഒരൊറ്റ ജനതയെന്ന ഓരോ വ്യക്തിയുടെയും ആത്മകഥം സൂചിപ്പിക്കുന്നു. നിങ്ങളും ഞങ്ങളും മാറ്റി നമ്മൾ ഒന്നാകുന്നതാണ് ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ അന്തസത്ത. ഇന്ത്യയിലെ ജനസമൂഹവും ഭരണകൂടവും ഒരു വിദേശ ശക്തിയുടെയും നിയന്ത്രണത്തിലല്ല. നമ്മുടെ രാജ്യം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെയാണ് സ്വന്തമായ നിയമങ്ങൾ സൃഷ്ടിക്കുന്നത്. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനങ്ങളും അവയെ യോജിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഫെഡറൽ ഭരണ സംവിധാനവുമാണിത്. നമ്മുടെ രാജ്യം ജനങ്ങളുടെ അധികാരം ഉറപ്പാക്കുന്നു എന്നുകൂടി വിവക്ഷിക്കുന്നു. ഒരു വിദേശ ശക്തിക്കും നമ്മുടെ രാജ്യം വിധേയമല്ല എന്നർത്ഥം. എല്ലാവർക്കും തുല്യ പദവിക്കും അവസരങ്ങൾക്കും പൊതു സ്വത്തിൻ്റെ തുല്യമായ വിതരണത്തിനും എല്ലാവരുടെയും അന്തസ്സിനു വേണ്ടി രാജ്യം പ്രവർത്തിക്കും. സ്വത്തുക്കളും ഉൽപ്പന്നങ്ങളും ഉൽപ്പാദനോപാധികളും സമൂഹം പൊതുവായി ഉപയോഗിക്കുന്ന സാമ്പത്തിക രീതിയാണിത്. നമ്മുടെ രാജ്യത്തിൻ്റെതായ ഒരു പ്രത്യേക മതമില്ല. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം. ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.